ബൈ. അപ്പോൾ ഗൈസ്, നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കേപ്പിൻ്റെ ഇടാം നമ്മളിവിടെ. കേപ്പ് ഇങ്ങനെ ബാഗൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ റെഡിയും കണ്ട് നിൽക്കുന്നു. എന്തേ അത് ബാഗൊക്കെ എടുത്ത് പോകാൻ നിൽക്കുന്നു കേട്ടോ. കേപ്പ് ഇങ്ങനെ ബാഗ് ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ കേപ്പി പുതിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ തന്നെ ബാഗ് അയച്ചിട്ടോ. പ്ലാനുകളുണ്ടാവും. അതെ, അപ്പോൾ തന്നെ ബാഗ് അയച്ചിട്ടോ. വീട്ടിൽ പോകാനുള്ള പ്ലാൻ അപ്പോഴേ ക്യാൻസലാക്കി. ആ പ്ലാൻ പറയുന്നത് അപ്പോൾ പറഞ്ഞാൽ എല്ലാവരും കത്തപ്പാട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഉപ്പുമുളകൊക്കെ ഇടണം നമ്മൾ കാണാം. ഇന്നും ഞാൻ റീലിങ്ങനെ തുറന്നപ്പോൾ രാവിലെ കാണുമ്പോൾ ഈ ആൾക്കാർ മുന്തിരി മറ്റേ ഉപ്പുമുളക് ഇട്ട് തിന്നുന്നതാണ്. അപ്പോൾ കത്തുപാട്ട് ഓൾറെഡി അതിപ്പോൾ എല്ലാവരും ചെയ്ത് ഇങ്ങനെ ട്രെൻഡൊക്കെ പോയിക്കണം. പക്ഷേ ഇപ്പം മുന്തിരി എല്ലാവരും ഇങ്ങനെ ഉപ്പിലിട്ട് തിന്നണത് കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് തോന്നി നമുക്ക് അങ്ങനെ നിന്നുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ, നമുക്ക് ആ വൈബ് എന്തുകൊണ്ട് പിടിച്ചു നോക്കിക്കൂടാ. അപ്പോൾ നമ്മൾ ചെക്കന്മാരെല്ലാവരും നാട്ടിലുണ്ട്, അജോതും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമുക്ക് എന്തായാലും നമ്മളെ വെറൈറ്റി സ്റ്റൈലിൽ നമുക്ക് ട്രൈ ചെയ്തൊക്കെ എങ്ങനെ ഉണ്ടാവും. നമുക്ക് അതിലെന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാവുക? അതില് സപ്പോർട്ട് അല്ലേ? സപ്പോർട്ട് ഈച്ച് പറഞ്ഞ സാധനമാണ് ഫസ്റ്റ് സപ്പോർട്ട് ഇടാൻ. അല്ല, എനിക്കറിയാലോ. അതിലെന്തൊക്കെ ഉണ്ടാവുക? ഓറഞ്ച് ഉണ്ട്, ഓറഞ്ച്, പേരക്ക, മാങ്ങ കിട്ടുകയാണെങ്കിൽ മാങ്ങ, നേന്ത്രപ്പഴം നേന്ത്രപ്പഴമൊക്കെ ഉപ്പുമുളക് കൂടി ഇട്ട് നിന്നാലേ രാവിലെ ആകെ എട്ടങ്ങാറാവും. ആപ്പിൾ ഇടോ? നമുക്ക് അതിനുള്ള സാധനങ്ങൾ എന്തായാലും ഉള്ളി വേണ്ടല്ലേ? ഇതിടണ കണ്ടിന്, ഇതിടണ കണ്ടിന്. അതൊരു കൊട്ടെടുത്തോണ്ടോ? കൊട്ട അവിടെ ഉണ്ടാവുക. ഇതിടാ. പിന്നെ എന്താ ഇടുക? വിടുക. പിന്നെ നമുക്ക് ഓറഞ്ച് ഇടാം. പിന്നെ നമുക്ക് പച്ചമുന്തിരി ഇടാം. കമ്പമാണ്, കമ്പം അതിട്ടണേ. ഇതിടൂലേ? ഇതിന്റെ ഇതിടൂല. ഇതല്ല, പുഴുങ്ങിയിട്ട്. അതാ ഞാൻ പറഞ്ഞത്. പൈനാപ്പിൾ എത്ര വേണം? ഒന്ന് വരെ. ഒന്ന് കുറേ ഉണ്ടാവില്ലേ? അതാ പറഞ്ഞേ, ഓവറാക്കണ്ട. ഇത് പൈത്തിക്കണം. അതിന് പൈത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ നല്ല പൈത്ത നോക്കി എടുക്കണം. ഏട്ടാ, നമുക്ക് ഹെൽപ്പിന് എന്തായാലും പൊട്ടക്കണം. അയ്യോ, ഇത് വീഡിയോ ആണല്ലോ. പച്ചല്ല ഇവിടെ. അത് നോക്കണ്ട, അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അത് പാടും. നമ്മളെ സെലക്ഷൻ അതേപോലെ ആയിക്കോട്ടെ. പക്ഷെ അത് കുറച്ച് വലിപ്പം കുറവുണ്ടോ? ഇത് തികയോ? രണ്ടെണ്ണം എടുക്കണോ? നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ ചെയ്യുമല്ലോ. രണ്ടെണ്ണം എടുക്കാൻ എനിക്ക് കുഴപ്പമില്ല. ഒരു ചെറുതുണി എടുക്കണം. പൈനാപ്പിൾ കുറേ എടുക്കണ്ടേനോ? മൈക്ക് പോക്കറ്റിലേനോ? ഇതെടുക്കണോ? നാളിപ്പോൾ ഒന്നുണ്ടാവില്ലേ? വീട്ടിലേക്ക് ആവശ്യമുണ്ടോ? നമ്മളിന്ന് നാളെ കഴിഞ്ഞാൽ പോവില്ലേ? ആ മതി. ഇതിലെടുക്കണം. മുന്തിരി ഇന്നലെ വീഡിയോ ആണ് കേട്ടോ, ഞാൻ കണ്ടിന്. അത് ഇപ്പോൾ റീലിൽ നിന്ന് പോയോ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അടുത്തെടുക്കണത് പേരക്കയാണ്. പേരക്ക എടുക്കടാ. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ശക്തി എന്താ എനിക്കറിയാം? അതിന്റെ പുറകിലെന്താ പെണ്ണുള്ളത്? എന്താ അവിടെ പിന്നിലൊരു ആണുള്ളത്. പിന്നിലോ? അവന്റെ ഒപ്പം എന്തൊക്കെയാ പറയണേ? പിന്നിലും മുന്നിലും എന്നൊക്കെ പറയുന്നുണ്ട്. അതേടാ, ഞാൻ ആരെ പെണ്ണാ? മഞ്ജുവിന്റെ പെണ്ണാ. മതിയോ? മതി. ഒരു പീസ് എടുത്താലോ? പഴുത്ത നോക്കി എടുക്കും. ഇതെടുക്കാം. പൊട്ടിയൊക്കെ മതി. ഒന്ന് പൊട്ടിക്കാം. ഓക്കെ. അല്ല, ഇതൊക്കെ തൂക്കി വാങ്ങണ്ടേ? അത് അവസാനം ഒരു തൂക്കി തരും. അല്ല, ഇപ്പോഴേ അവിടെ ഇതാക്കിച്ചാൽ നമുക്ക് റിസ്ക്കാ. ഓരോന്നോരോന്ന് ഇതാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ. ഗ്രീൻ ആപ്പിൾ എടുക്കണോ സാധാ ആപ്പിൾ എടുക്കണോ? ഗ്രീൻ ആപ്പിൾ ആവില്ല, ഒരു നേക്ക്. നല്ല വിലയല്ലേ? അത് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് എന്ത് പ്രശ്നം? ആ മതി. 4 ഗ്രീൻ ആപ്പിൾ എടുത്തു. പാഷൻ ഫ്രൂട്ട് വേണ്ട, ഇത് അരിയാനാണ് പണി. മറിച്ചിട്ടാൽ മറിച്ചിട്ടാൽ മതി.
ഇത് നമ്മളെന്നാ കേപ്പിനെ ഏൽപ്പിച്ചിട്ടോ മറിച്ചിടാൻ. കണ്ടാ മതിയോ? ഒന്നുകൂടി എടുക്കും. എല്ലാരും തിന്നട്ടേന്ന്. ഏതെങ്കിലും എടുക്കടാ. ഇങ്ങനെ ഡിസൈൻ നോക്കിയിട്ട് എടുത്തോ. അല്ല ഓറഞ്ച് എടുക്കണ്ടേ? പരിപാടിയില്ല. ഓറഞ്ച് എടുക്ക്. ഓറഞ്ചിന് കേപ്പിനെ കണ്ടിട്ടുണ്ടോ? എന്ത് ഡ്രാഗൺ ഫ്രൂട്ട് അത്ര ലാവിഷാക്കണം. ഓറഞ്ചിനെ കാണാൻ സുഖമല്ലല്ലോ. ചതുങ്ങിക്കണമെന്നല്ലേ ഓറഞ്ച്? ആ സോറി മുത്തേ. ആ മുന്തിരി എത്തി. മറ്റേ വലിയ ടൈപ്പ് ഓറഞ്ച് ഓറഞ്ചാ? എന്നാ എടുത്തോ. ആ പുളിയാണ് നമുക്ക് വേണ്ടത്. ഇത് ബാലാജി ഓറഞ്ച്. ഓറഞ്ച് കിണ്ണൻ ഓറഞ്ച് ഇട്ടത്. ഒന്നും നോക്കണ്ട എടുത്തോ. മതിയോ? പോരെ? ആ ഒന്നുകൂടി ഇട്ടാ മതി. ആ ഇതിനുള്ളതായി. ഈ മുന്തിരി എടുത്തു. അതാ ഈ മുന്തിരിയാണ് വേണ്ടത്. ഇതാണ് വേണ്ടത്. ഇത് കവർക്ക് എടുക്കണോ ഇപ്പൊ തന്നെ? ആ കവർക്ക് എടുക്കാം. കുറച്ച് കൂടുതൽ എടുത്ത് എരിയുമ്പോൾ ബാക്കി കൂട്ടിട്ടില്ല. നമുക്ക് വേറെ ഒന്നും എടുക്കണമെന്ന മുന്തിരിയാണ് മെയിൻ. മിൽക്ക് മെയ്ഡ് വാങ്ങി പോവാം. ഇത് പോരടാ. ആ മതി. സോറി. ഇനി എന്താ ഉണ്ട് കേപ്പിയെ? വഴുതനങ്ങ ആണോ? കക്കരിക്കാണോ? അല്ല കക്കരിക്കട. ക്യാരറ്റ് ഉണ്ടല്ലോ, കുറച്ച് ഹാർഡായി പോകും ക്യാരറ്റ്. നെല്ലിക്കോണോ? ആണോ? ആ അത് വേണം. നാരങ്ങ 2 എടുത്തായി വീട്ടിലുണ്ട്. വലുത് 2 എടുക്കാം. ഇത് പച്ചയാ? ഇത് പഴുത്താടാ. ഇത് പച്ചയെന്ന് തോന്നുന്നു. ആരോടെ ചോദിച്ചു? മുത്തേ 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 ഇത് പച്ചല്ലേ? പഴുത്തല്ലോ അപ്പല്ലേ? ഇത് മറ്റേ എവിടേക്കോ പഴുത്തുണ്ട്. സാധാ മാങ്ങയല്ല, കണ്ണിമാങ്ങ പോലത്തെ സാധനം. എടാ ഇതൊക്കെ പാടെ കവറിലിട്ട് കൊടുത്താൽ മതി. ഇത് നമ്മള് പത്മാങ്ങയും ഗ്രീൻ ആപ്പിളും സാധനം കൊണ്ടെടുത്താൽ മതി. എഴുതൊക്കെ എടുത്തോ. എന്നാൽ അരിയാൻ പണിയുണ്ടാവും. പക്ഷെ മറ്റേ മാങ്ങ കിട്ടില്ല. പഴുത്ത മാങ്ങ കിട്ടിയാലും പൊളിക്കട്ടോ. ഇത് പോരെ? ഒക്കെ പാടെ തിന്നാ മതി എല്ലാവരും കൂടി. ഇനി കക്കരിയല്ലേ? ആ ഒരു കക്കരി ഇടുക പേരിന്, കണ്ണട്ടാക്കാൻ. ഫ്രൂട്ട്സിനൊക്കെ കണ്ണട്ടാക്കാൻ വേണ്ടി ഒരു വെജിറ്റബിൾ ഇടാം. മതിയോ? 2 2 വെച്ചോ. ഇനി എന്താ? മുട്ട വേണം. മുട്ട പിന്നെ എന്താ ഇടുക? ഉപ്പും മുളകും സുർക്കയും അതിലുള്ളൂ. അതൊക്കെ വീട്ടിലുണ്ട്. ആരൊക്കെ എടുത്തു? വെളിച്ചെണ്ണ വീട്ടിലുണ്ട്. ആ എൻ്റെ ചെറിയ പാക്കറ്റ് ഉണ്ടോക്കിയാ സ്വീറ്റ് കോണിൻ്റെ. ഇതാ ചെറിയ പാക്കറ്റ് ഉണ്ടോ സ്വീറ്റ് കോണിൻ്റെ? ഇതിൻ്റെ ചെറുതുണ്ടോ? ഇല്ല, അതാ ഏറ്റവും ചെറുത്. നോക്കട്ടെ, അത് വലുതാ അവിടെ ഉള്ളത്. ഇത് നോക്കട്ടെ. അടിപൊളിയാ? താങ്ക് യു. ആ
ഇത് വേവിച്ചിട്ടുണ്ടല്ലേ? ഇത് വേവിക്കണ്ടേ? ഉപ്പും മുളകിലും ഇടാൻ വേവിക്കണ്ട, ഇങ്ങനെ ഇട്ടാൽ മതി. ഇത് തണുത്തോണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തേ. വേണ്ടല്ലേ? ഓക്കെ, അപ്പം അതായി. പറയണ്ട ഇൻഷാല്ലാ, എന്നാൽ കാണാം. ഓക്കെ, അപ്പോൾ കഴിച്ച് നമുക്ക് എന്തായാലും ഇനി നമ്മൾ ലാഗാക്കണില്ല. താങ്ക് യു. സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ചെക്കന്മാരെല്ലാം കൂട്ടിയിട്ട് ബാക്കി പരിപാടി തുടങ്ങാം. ഇത് നമ്മളൊരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ടാണ് നമ്മൾ അധികം നായാവാത്തത്. നമ്മൾ നായാവണം നമുക്ക് അറിയാം, പക്ഷെ എന്നാലും ആ ഒരു വൈബ് കിട്ടണം നായാവണമെങ്കിൽ. ഇൻഷാല്ലാ ബാക്കി വിശേഷമൊക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ട് കാണാം. ഉണ്ടോ കേട്ടോ? വാങ്ങണം ആവശ്യം അവിടെ തല കറങ്ങും കേട്ടോ. അന്നെ കൊണ്ടോട്ടെ, നിങ്ങള് കൊണ്ടോട്ടെ, വീട്ടിൽ കൊണ്ടോട്ടെ. ഇപ്പം നമ്മൾ പോണ വഴിക്ക് കിടിലം കാഴ്ച കണ്ടതാണ് കേട്ടോ. സൈക്കിൾ ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടോ? നമ്പർ താഴെ KP പൊത്തി പിടിച്ചേക്കാണ്. എന്താണ് എക്സലന്റ് കണ്ടീഷൻ ഉണ്ടോ? ആ സൈക്കിളൊന്ന് കാണിച്ചു കൊടുത്താ. എൻ്റെ മോനെ, ഹായ്. വണ്ടി സൈഡാക്കട്ടെ കേട്ടോ, കേട്ടോ വണ്ടി സൈഡാക്കട്ടെ. നമ്പർ പൊത്തി പിടിച്ചോ, നമ്പർ പൊത്തി പിടി. ഇജ് നേരത്തെ ഏത് പകുതി പൊത്തി പിടിച്ച്? ആദ്യം ഒരു പകുതി, പിന്നെ അപ്പുറത്തെ പകുതി. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. വണ്ടി സത്യം പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ്. ടയറൊക്കെ ഫുൾ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അല്ല, ടയർ 100% ആണ്. കണ്ടോ? നല്ല വണ്ടിയാ. ഇതാരാ വണ്ടിയാ? നിങ്ങളെ ഇവിടുത്തെ ജി നാട്ടിലല്ലേ? ഇവിടുത്തെ ആരതും അല്ല? അതിപ്പോൾ കാണിക്കണ്ട കേട്ടോ നമ്പറിൻ്റെ. ഇത് വിളിച്ചാൽ സാധനം കിട്ടുമോ? KP ഒന്ന് വിളിച്ചു നോക്കിയാ? ഒന്ന് വിളി ഞാൻ വിളിച്ചോക്കട്ടെ. തുറക്ക്. അപ്പം എന്തായാലും വണ്ടി എത്രക്കാ കൊടുക്കണം നമുക്ക് ചോദിച്ചോക്കട്ടോ. നമ്പറിൽ വിളിച്ചോട്ടെ. 94 അയ്യോ സോറി, ഇനിയിപ്പോൾ 949 അടിച്ചിട്ട് ബാക്കി ഫുള്ള് അടിച്ചാൽ നിൽക്കണ്ട. നിങ്ങളതാ അല്ലേ? അത് ശരി, ഉടമസ്ഥൻ ഫോൺ എടുക്കണില്ലേ? വണ്ടി ചെങ്ങലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ബാക്ക് 70% അല്ല, കുഴപ്പമില്ല. 80 ഒക്കെ ഉണ്ട് അല്ലേ? 80 ഉണ്ട്. റിമ്മൊക്കെ റീപെയിൻറ്റ് ചെയ്തിക്കണ്. പിന്നെ സീറ്റ് ചെറിയൊരു കീറൽ വരുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലല്ല, പുതിയ ടയറാ. ഫോൺ എടുക്കണില്ല. അപ്പം എന്തായാലും വണ്ടി വേണ്ടവരെ നമ്പർ ഞാൻ പറയണില്ല. നിങ്ങൾ കൂറ്റമ്പാറ പൂക്കോട് സ്വദേശികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിലമ്പതി നിങ്ങൾ നിലമ്പതിയിൽ നിന്ന് തൊണ്ടി വളവ് എത്തുന്നതിൻ്റെ മുന്നാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ വാണ്ടിയർ വന്നിട്ട് വണ്ടി പർച്ചേസ് ചെയ്യട്ടോ. ഇവിടെ അപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടോ അറിയില്ല, നമുക്ക് തൽക്കാലം ഇപ്പം എങ്ങനെ കിട്ടും. അപ്പോൾ വണ്ടി പൊട്ടിച്ച് കൊടുക്കും, വില പൊട്ടിച്ച് കൊടുക്കും. എത്ര കാച്ച കൊടുക്കും? നിങ്ങളതാ വണ്ടി? ഇല്ലേ, നമ്മൾ കച്ചവടമാക്കാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്പർ ഉണ്ട്, ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചാൽ ചിലപ്പോൾ എല്ലാവരും വിളിച്ചുകൊണ്ട് നിൽക്കും. അതാണ് പ്രശ്നം. ഫോൺ നമ്പർ ഉണ്ട്, വിളിച്ചിട്ട് കിട്ടണില്ല. ബ്രേക്കും വലിയ കുഴപ്പമില്ല. ഏതാ റേറ്റ് എഴുതിയില്ല, ഫോർ സെയിൽ എഴുതിയിട്ടുള്ളൂ, റേറ്റ് ഇട്ടിട്ടില്ല. വണ്ടി ചങ്ങല കിട്ടും. ബുദ്ധിക്ക് കളിച്ചിക്കണം എന്തായാലും. ചെറുക്കന്മാരെ ബുദ്ധി കൊള്ളാം. വാണ്ടിയൊരു എന്തായാലും കൂറ്റമ്പാറ തൊണ്ടിക്ക് പോണ വഴിക്ക് നിലമ്പതിയാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. വാണ്ടിയിൽ വന്നിട്ട് നമ്പർ 2 കോൺടാക്ട് ചെയ്തിട്ട് വിളിക്കുക. ഹായ് ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മളെ പൈനാപ്പിൾ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. പേരക്ക, കക്കരി, ഗ്രീൻ ആപ്പിൾ, ബത്തക്ക, പിന്നെന്താണ് ഓറഞ്ച്, നാരങ്ങ. KP ഇതാ ഇവിടെ മറ്റേ പോമഗ്രാനൈറ്റ് അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് തിന്നണമുണ്ട്. ബാക്കി ഉണ്ടാവും ഈ പാത്രത്തൊക്കെ നമ്മളൊക്കെ ഇടാൻ പോണത്. ഓ എൻ്റെ മോനെ, അത് നമ്മൾ
ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടറിഞ്ഞപ്പോൾ തന്നെ അതാ ജിതിന് എവിടെ പോകാൻ നിന്നതിനു. അപ്പോൾ പറഞ്ഞു ഞാനും വരാം. തിന്നാൻ കറക്റ്റ് നമ്മളെ ജിതിന് എന്തെങ്കിലും പണിയെടുക്കേ. അത് ശരി, ഇങ്ങനെ ഇരിക്കുക. നമ്മളൊക്കെ ഇവിടെ പണിയെടുക്കണുണ്ടല്ലേ? അഫിയൊക്കെ കണ്ടോ പണി അവിടെ എടുക്കണേ? അതെന്താ മുന്തിരി വലിച്ചെറിയണേ? അതിന്റെ തണ്ട വലിച്ചെറിയാൻ പറഞ്ഞേ. തണ്ട വലിച്ചെറിഞ്ഞേ മുന്തിരി പോയ പോലെ തോന്നി. ആ ജിതിനെ ഇജെന്താ ഏതാ ഏരിയയിലും സ്പെഷ്യലിസ്റ്റ്? ഇങ്ങോട്ട് വാ. ബത്തക്കെ എന്നാ ബത്തക്ക എടുക്ക്. അത് മാറ്റിട്ടോ. ആ കക്കരി കണ്ടപ്പോ വേഗം കക്കരി നമുക്ക് മാറിട്ടോ. ഇന്ന് എടുക്കാ പോകുന്നതിന് കരലായി പോകാൻ കഴിഞ്ഞാൽ കരലായി വരാ. അപ്പൊ 5-ാം മൈലോ? അത് ഉമ്മാൻ്റെ കൂടാ? എൻ്റെ പേര് കരലായ കാര്യം. വെറുതെ അല്ല. അപ്പോൾ അഫി ഉണ്ട് വന്നിക്കണ്. അഫി കമ്പ്യൂട്ടറിൽ കളിച്ച് ഉത്തരക്കേ. ഞാൻ പറഞ്ഞ് സാധനം ഇപ്പോൾ തീരും, എല്ലാവരും തിന്നുകൊണ്ടിരിക്കണം, വേഗം പോയി പറയുമ്പോൾ കമ്പ്യൂട്ടർ ഓഫാക്കി വേഗം വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അരിയാനാണ് വിളിച്ചത് എന്ന്. അപ്പോൾ ഓൻ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അജുവതും എത്തിക്കണ്. ഇനി ക്യാമറ ഓഫാക്കി അരിഞ്ഞേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിഷ്വൽസ് കാണാം. അത് വ്ളോഗ് വേണ്ട, മതി, ഇത്രയൊക്കെ മതി. നമുക്കിനി ഇത് ഫുൾ അരിഞ്ഞ് ഫുള്ള് സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അത് മുറിച്ചൊരു വാൻഡിലാണ് ഇട്ടത്. ഇതിന്ന് എങ്ങനെയാടാ ചൂടുക? എങ്ങനെയാ ഇത് സാധനം ചെയ്യതില്? അത് വലിച്ചു കൊണ്ടുപോകല്ലേ? അത് അടിയിലിടാൻ പറ്റും. വാ കാണിച്ചു തരാം. അപ്പം നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. സാധനം സെറ്റ് ആട്ടതാ. വെളിച്ചെണ്ണയും ഉപ്പും മുളകും നമ്മൾ റെഡിയാക്കി വെച്ചാണ്. ഇല്ലേ? ആ അത് വയ്ക്കും. വെള്ളം പോയി. ആ വെള്ളാക്കും. ജസ്റ്റ് മിക്സ് ആക്കും. അപ്പോൾ നമ്മളെ 100 നമ്മളെ കൂടെ ചേർന്ന് എങ്ങനെയുണ്ടായിരുന്നു? ഇതാ ഓക്കെ കൈ പിടിച്ചോ. എങ്ങനെയുണ്ടായിരുന്നു ആനുവൽ ഡേ പരിപാടി? എന്താ കളിച്ചേ? ഡാൻസ്. എന്ത് ഡാൻസ്? സിനിമാറ്റിക്. ഏത് ഡാൻസ്, ഏത് പാട്ടാണ് കളിച്ചത്? കുറേ ഉണ്ടല്ലേ. ഏതെങ്കിലും ഇപ്പോൾ കളിക്കാൻ പറ്റുമോ പ്രേക്ഷകർക്ക് വേണ്ടി? രണ്ട് സ്റ്റെപ്പ് പാട്ട് ഞങ്ങൾ പാടാം. ഏതാ പറ്റുക? ഏതെങ്കിലും പറ്റുമോ? പറ്റുമോ? എന്നാ പിന്നെ കളിക്കാം. കേൾക്കാൻ റെഡി ആയിക്കണേ. അപ്പോൾ നമ്മളെ ഫൈനൽ സാധനം കുറച്ച് റീലിന് എടുക്കാണ്ട്. അപ്പോൾ കുറച്ച് ഇടുന്ന പറയാം. അപ്പോൾ അത് ഇടാട്ടോ, സാധനം ഇടാം. മതി. അപ്പോൾ എന്തായാലും ഈ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോയോക്കാം. പോയിട്ട് നമുക്ക് ആടാ കണ്ണൊക്കെ ഞാൻ തേക്കും കേട്ടോ. അതെ SMR ആണേ, അങ്ങനെ പറയാം അല്ലേ നൂറ? അല്ലേ അസ്മർ? അയിമത്തോണ്ടല്ലേ ഇളക്കണ ചേ കിട്ടണ്ടോ? ഇതൊക്കെ തിന്നു കഴിഞ്ഞിട്ടും വെള്ളം കുടിക്കാതെ നിൽക്കുക. അതാണ് ചാലഞ്ച്. പുഴക്കണ്ടി അടിയാൽ മതി. അപ്പം നമ്മളെ ഇവിടെ അടുത്ത് തന്നെ ചെറായി പുഴ ഉണ്ട്, കുതിരപ്പുഴ എന്ന് പറയും. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ സാധനങ്ങൾ കഴിക്കാൻ പോണത്. എടാ ഇതിൽ വെള്ളമാക്കണ്ട ഇനി കുടിക്കാനോട് എടുക്കരുത്, അതാണ് ചാലഞ്ച്. വെള്ളം വേണേ. ഇതെന്താ? അപ്പോൾ എന്തായാലും പുഴയിൽ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഹായ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ മനോഹരമായ ഗ്രാമപ്രദേശങ്ങളിലൂടെ അങ്ങനെ പറയാൻ കഴിയില്ല. അതാണ് നമ്മളെ പോയ. അപ്പോൾ എന്താ നമ്മളെ പോയ നൂറ? ഇവിടെ ചാടിക്കണോ? എപ്പോൾ? നമ്മൾ ഇതിപ്പോൾ നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ടേ 1.5 വയസ്സായപ്പോൾ എന്നെ എടുത്ത് വെള്ളത്തിലിട്ട്. അതേ അതിന് അത്രയൊന്നുമില്ല. നമ്മളെല്ലാവരും നീന്തൽ പഠിച്ചത് ഇവിടെ നിന്നാണ്. ആ തടയമെന്ന് അങ്ങോട്ട് ചാടിയും കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ലാതെ വെള്ളം വന്നിട്ടുണ്ട് മാഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ആ തലക്ക് എത്തിയിട്ട് അവിടെ നിന്നാണ് നമ്മളെ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ചെക്കന്മാരൊക്കെ അതാ കാടും പുകയൊക്കെ ആയിട്ട് ഇവിടെ സെറ്റാണ്ടോ? അങ്ങനെ കാണിച്ചെടുക്ക്. സെറ്റല്ലേ? ഒക്കെ നിൽക്കണ നോക്കിയാ ഗജഭീരന്മാരെ കണ്ട് നിൽക്കണ്ട എല്ലാവരും. KP നിൽക്കണോ കടെ? സെറ്റല്ലേ KP? സാധനം KPൻ്റെ കയ്യിലാണ് കേട്ടോ. എന്നാൽ അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ എടുത്ത് തിന്നിട്ട് പിന്നെ കിട്ടാൻ ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് ട്രെയിനാണ് സെറ്റല്ലേ? എന്നാൽ വരി ഇറങ്ങിക്കൂടി. ഇമ്മച്ചി കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പോയിക്കണേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? നമ്മളെ സൺസെറ്റ് വ്യൂ ഉണ്ടോ? സീൻ വ്യൂ എങ്ങനെയുണ്ട്? സൺസെറ്റ് വ്യൂ എങ്ങനെയുണ്ട് നൂറ? ഗുഡ്. അപ്പോൾ നൂറനെയും കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് എത്തിക്കണ്ടോ? ഇനി KP അപ്പുറത്തേക്കോ? ഇല്ല നൂറിനെ
നൂറിന് നമ്മൾ ഫുൾ കെയറിങ്, ഡോണ്ട് വറി. ആ പിടിച്ചോ ആ പോട്ടെ മറിക്ക. ആ റീനാൻ പിടിച്ച റീനാനോട് ഇജ്ജ് പിടിച്ചോണ്ടാന്ന്. ആ കട്ട് ചെയ്ത നമ്മളെ ക്യാമറമാൻ ചാടാൻ പോണ്. ഹോയ് അടുത്താളിയാട്. ആ നൂറ പോട്ടെ മെല്ലെ പോട്ടെ. പിടിച്ചോ അടുത്ത കൈ പിടിയോ. ഈ കൈ പിടി. ആ കൈ കൊടുക്ക്. അത്ര എടാ എല്ലാരും പാടെ അങ്ങനെ ചാടില്ലേ. ഇതെങ്ങനെ എല്ലാരും ആ ഇവിടെ ഇരുന്നാ പോരെ. എടാ സാധനം കേക്കിയോ? വായൻ്റെ കേക്കിയോ? എവിടെ ഇതാ കേക്ക്? അപ്പൊ ഗൈസ് നമുക്ക് നമ്മളെ സാധനം ആദ്യം നമുക്ക് സേഫ് ആയിട്ട്. എടാ ഇതപ്പുറത്തേക്ക് വെച്ചാ, ഇതപ്പുറത്തേക്ക് വെക്ക. ടൈമാ കൊടുത്ത ഓക്കെ. അല്ലല്ല ഇവിടുന്ന് ചെയ്യാം. ബെഞ്ചിക്ക് പനിയാ? ആ ബെഞ്ചിക്ക് പനിയാണ് ഗൈസ്. നിനക്ക് അജുവതെ ആദ്യം ഇതൊന്ന് റെഡിയാക്കേ, എന്നിട്ട് അതൊക്കെ വീഡിയോ എടുക്കണേ. ജോ ഒന്നായിട്ട് ചെയ്യല്ലേ. മസാല ആക്കിയേക്കളൊക്കെ വീഡിയോ എടുക്കണ്ടേ, നമുക്ക് വിഷ്വൽ ബ്യൂട്ടി കിട്ടണ്ടേ. എൻ്റെ കേപ്പിയെ നിങ്ങൾ പല ബീച്ച്, ചെറായി ബീച്ച്, ആ ബീച്ചൊക്കെ കിട്ടുന്നുണ്ടോ? പക്ഷെ കൂറ്റമ്പാർത്ത ചെറായി, അതാണ് മക്കളെ ചെറായി. അല്ല ഇത് താഴെ വിരിക്ക ഓക്കെ കേക്കോ. അപ്പോൾ അതാ അജുവത് വായൻ്റെ എടാ മൈക്കിൻ്റെ കയ്യിലെ ചങ്ങായി അങ്ങോട്ട് പോയിട്ട് കാര്യല്ലേ. അപ്പം അജുവത് അങ്ങനെ റീനാനക്കട കേക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. എല്ലാവരും സാധനം കേക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കേക്കിയോ അജുവതെ? അത് രണ്ടോട്ടം മുക്കിയെടുത്താൽ മതിയടാ. അതല്ല ഇനി ഇങ്ങോട്ട് എടുക്ക്, എന്നിട്ട് ചൊരച്ചിട്ട് പിന്നെയും മുക്ക്. പണി അറിയില്ല അല്ലേ? എടാ നിങ്ങളില്ലേ കുറച്ച് ആൾക്കാർ ആ പാർമക്കനെ നിൽക്കുമോ, എന്നിട്ട് ടൈം ആകുമ്പോൾ ചാടിയാൽ മതി. മറ്റേ എന്തായാലും നിങ്ങളെ കൊണ്ട് ഇവിടെ ഒരു അധിക പറ്റാണ്. അവിടെ പോയിക്കാം. ആ പണി എടുക്കല്ലോ അവിടെ അന്തം വിട്ടിക്കല്ലേ. അവിടെ പോട്ടെ. ആ വേണ്ട പണി എടുക്കാൻ വേണ്ട. ഓ ഭയങ്കര പണി നിങ്ങൾ എടുക്കണേ. ഇനി ഇങ്ങോട്ട് വെക്ക്. ഇനിയില്ലേ ഇനി ഇത് വരക്ക്, എന്നിട്ട് മുക്ക്. വെർട്ടിക്കലി മാത്രം വരക്കാൻ പാടുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണ്ട. മതി ആയില്ലേ? ഇനി മുക്കിയെടുക്കും. ചാടട്ടോ മൂടായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുഴയിൽ ചാടിയിട്ടോ പോകണം കേട്ടോ. കുറേ ആയി പുഴ ചാടിയിട്ട്. നൂറ അങ്ങോട്ട് പോകല്ലോ. പോയാലും കുഴപ്പമൊന്നുമില്ല. അല്ല അവിടെ ആയൊന്നുമില്ല. ചിലപ്പോൾ ഒന്ന് ബാക്കിൽ കുറച്ച് ഡിസൈൻ ആവുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ ഇപ്പം സെറ്റായില്ലേ? അവിടെ വെക്ക്. ആ നിന്നെ മേലെ വെക്കാള്. എടാ ചെരുപ്പൊക്കെ അപ്പുറത്ത് ഊരിടി. ചെരുപ്പ് എടാ അജുവതെ ചെരുപ്പ് അപ്പുറത്ത് ഊരിടി. ചെരുപ്പിടാൻ പാടില്ല. ഞാൻ ഒന്നും അറിയില്ല കേട്ടോ. വെള്ളത്തിൽ പോയാൽ എടുത്തോണ്ട് മറിക്ക് കേപ്പി കുറച്ച്. ഓക്കെ കേക്കിയോ? വൈഫൈ വാ. ഒരു കാര്യം കൂടി ഇല്ലേ? വിരി ശരിക്കും ആദ്യം ഒടിക്കണം. ഒന്നും അറിയില്ല. പഴമന്റെ അത് അറിയില്ല. ബെൽക്കുണ്ടോ അത് അറിയണേ. ഫേപ്പി അല്ല കേപ്പി. ഫേപ്പിന്ന് വെട്ടിയോ? സെൻറ്റർ വെട്ടിയോ? ഇല്ലേ ഒന്ന് പറഞ്ഞെടുത്ത്. ഓക്കെ അടിക്ക് വെച്ചോ. ഇതാരെ കേക്ക്? റീനാനെ ഇത് മതിയില്ലേ? ഇപ്പൊ അത് മതി. റീനാൻ എന്നെ കൊടുത്തോ.
അപ്പം ഇനി നമുക്കില്ലേ ഇതൊന്ന് പിടിച്ചാൽ ഫ്രൂട്ട്സ് കാണട്ടെ. മൈക്ക് പിടിക്കണം കേട്ടോ, അതാണ് എൻ്റെ ഡ്യൂട്ടി. ഫ്രൂട്ട്സ് കണ്ടോ ഒരാളോടില്ലേ മറ്റേ ഫോണിൽ എടുക്കാൻ പറയും റീലിനുള്ളത്. അല്ലെങ്കിൽ വ്ളോഗ് ആർക്കെങ്കിലും കൊടുക്കുന്നത് ഇടിച്ച് റീൽ എടുക്കും. കീപ്പ് എടുക്കുമോ? അഫി എടുക്കുമോ വ്ളോഗ്? അഫി എടുക്കും. ഇപ്പോൾ നമ്മളെ സാധനം അല്ല മിക്സ് ചെയ്യണ്ടേ? അങ്ങനല്ല, ഇതില് കുറച്ച് ഒഴിക്കണം. ഇട്ടിട്ട് ഇങ്ങനെ പാര ചെയ്യാ. അങ്ങനെ അങ്ങനെ ചെയ്യല്. അങ്ങനെ ഇതുണ്ട് കയ്യേറ്റ് മിക്സ് ആക്കാം. എന്നാ നമുക്ക് അങ്ങനെ ചെയ്യാട്ടോ. മുന്തിരി ഉരുണ്ട് പോകാൻ നോക്കണേ. നെയ്യപ്പം മടിമരുന്ന നെയ്യപ്പം തടപടക്കണ തെന്നത്തം നൽപൊന്നീ മധുരം കാടിക്കാൻ നീ വാ. നടന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മളിതാ സാധനം പുള്ളി നമ്മൾ ഇട്ടിട്ടുണ്ടോ. എടാ നീ പാത്രം ഇട്ടച്ചാ പാത്രം അടുക്ക്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ ലായനി കേട്ടോ. മിക്സ് ആക്കാം. ഇതാ വെള്ളം കൊടുക്കണം നമ്മളതിനുള്ള. അതെയോ ഇത് തേക്കില്ല കേട്ടോ. എടാ നല്ല കട്ടിയുണ്ട് കടോക്ക്, നല്ല കട്ടിയുണ്ട്. നോക്ക് മസാല കിട്ടണ്ട അതിൻ്റെ പോയി. കുറച്ചുകൂടി ഒഴിക്കണം വെള്ളം. വെള്ളം ഒഴിച്ചാൽ പിന്നെ ഒന്നും ആവില്ല കേട്ടോ. ആകണ്ടോ അപ്പോൾ അതാ ഇനി നമ്മളെ സ്പെഷ്യൽ ലായനി സ്പെഷ്യലൊന്നും അല്ല കേട്ടോ. വാഴ മുളക് പൊടിയും ഉപ്പും വെള്ളമൊക്കെ മാത്രമേ ഉള്ളൂ. ഒഴിക്കാൻ പോവാണ്. അപ്പൊ കിട്ടണില്ലേ? കൊറേ നേരത്തെ കടി വർദ്ധനാണ്. എടാ പോന്നോളി. ഇതൊന്നും ഇവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ. മണിക്കണി എടാ തിന്നല്ലേ? ഏണ്ട് ഉമ്മച്ചി ഇത് തിന്നൂല, അമ്മച്ചിക്ക് ഇഷ്ടമല്ല. അപ്പൊ എല്ലാവരും തിന്നണ നമുക്കൊന്ന് കാണിച്ചിട്ട് ഓരോരുത്തരും ഓരോ പീസ് എടുത്ത്. ആദ്യം അക്ഷയ് തിന്ന. അക്ഷയ് എന്നിട്ട് എൻ്റെ റിയാക്ഷൻ കണ്ടേ. ഇങ്ങനെയെങ്കിലും തിന്ന്. ASMR അല്ലാതെ തിന്നാ. ASMR തിന്നാ. വായിലിടണ കിട്ടണം. എന്തെങ്കിലും എടുക്ക്. അടുത്ത സൗദി ASMR. എനിക്കും അറിയില്ല, എല്ലാരും അങ്ങനെ പറയല്. അങ്ങനെ ഒന്നും ചോദിക്കല്ലേ. അടുത്ത 100 കേട്ടോ. റെഡി ആയിരുന്നോളൂ. എന്നാ അതൊക്കെ മതി. തിന്ന്. എടാ തിന്നാൻ മുട്ടിട്ട് പോയി. അപ്പൊ ഞാൻ തിന്നിട്ടില്ലേ. വേണ്ട 100 തിന്നാ. വില റിയാക്ഷൻ കാത്തുന്നാലേ തിന്ന്. ഞാൻ ASMR ഞാൻ ഉണ്ടായിക്കൊണ്ട് പറയല. അടിപൊളി. അതല്ല എന്റെ റിവ്യൂ അല്ല ചോദിച്ചത്. ASMR പ്രസാദ് ASMR ലാമ്പി. അപ്പൊ അജൂദ് ASMR. ഇനി നമുക്ക് അഫിക്കൊരു ASMR കൊടുക്കട്ടോ. തിരിച്ചു വെക്ക്. ക്യാമറ എൻ്റെ മേത്ത് തിരിച്ചു വെച്ചോ. ഞാനൊരു ASMR കേട്ടോ. ഏതെടുക്കാം നമ്മള്? അപ്പോൾ ഗൈസ് ഇനി ഇത് കണ്ട് കളക്ഷമല്ല. ബാക്കി നമുക്ക് തിന്നായിട്ട് കാണാം. ബൈ ഗൈസ്.
പറഞ്ഞോ. ഈ പുഴയ്ക്ക് തന്നെ അറിയാം. ഗൈസ്, അപ്പോ നമ്മളൊരു വെറൈറ്റി രീതിയിലാണ് നമ്മള് വലിയ പെണ്ണുകൂടി മുങ്ങി വെള്ളത്തിനടിക്കും. സൺറൈസോ സൺറൈസ് ചെക്കന്റെ ചാട്ടുണ്ട്. കറങ്ങി ചാടുവോ? ചാടിക്കോ, നോ പ്രോബ്ലം, സപ്പോർട്ട്. ഇനി വൈൻഡപ്പ് ചാട്ടം ഇജ്ജ് പറഞ്ഞാല് വൈൻഡപ്പ് ചാട്ടം. വൈൻഡപ്പെടോ? അത് വൈൻഡപ്പെടോ? ഇനി കറിഞ്ഞു വൈൻഡപ്പെട്ടോ? കറങ്ങണം. ഉള്ളിലൊന്നുമില്ല. അങ്ങനെ എനിക്ക് പ്രശ്നമുണ്ട്. ചാടി ചിലർക്ക് തണുപ്പ ചാടുത്ത് പവർ ബാങ്കോ കൂളാണത്. അപ്പൊ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു